ബോളിവുഡ് ചലച്ചിത്രം ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ് സെയ്ഫ് അലി ഖാന്റെ വീട്ടിലെ മോഷണശ്രമവും അദ്ദേഹത്തിന് കുത്തേറ്റ സംഭവവും. ഓരോ ദിവസവും അമ്പരപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് എല്ലാവരും ചോദിച്ചു തുടങ്ങി. അതിനിടെ സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ വിരലടയാളങ്ങൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷെഹ്സാദിന്റേതല്ലെന്ന റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു. ഫോറൻസിക് വിഭാഗം കണ്ടെത്തിയ 19 വിരലടയാളങ്ങളിൽ ഒന്നുപോലും പ്രതിയുടേതല്ലെന്നാണ് വിവരം. സംസ്ഥാന ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലാണ് പരിശോധനകൾ നടത്തിയത്. വിരലടയാളം ഷെരീഫിന്റേതല്ലെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചതായി അധികൃതർ പറഞ്ഞിട്ടുണ്ട്. അറസ്റ്റിലായ ബംഗ്ലാദേശ് പൗരൻ മുഹമ്മദ് ഷെരീഫുൽ കേസിലെ യഥാർത്ഥ പ്രതിയല്ലെന്ന് പിതാവ് രോഹുൽ അമീൻ നേരത്തെ പറഞ്ഞിരുന്നു. CCTV ദൃശ്യങ്ങളിലുള്ളത് ഷെരീഫുൽ അല്ലെന്നും മകനെതിരെ പോലീസ് വ്യാജ തെളിവുണ്ടാക്കി കുടുക്കാൻ ശ്രമിക്കുകയാണെന്നും പിതാവ് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് വിരലടയാളം സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഇതോടെയാണ് കോടീശ്വരനായ സെയ്ഫിന്റെ വീട്ടിൽ സംഭവിച്ചതിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നത്. സിനിമയിലെത്തും മുമ്പ് തന്നെ കുടുംബപരമായി ധനികനായിരുന്നു സെയ്ഫ് അലി ഖാൻ. സിനിമയിലെ പ്രതിഫലം കൂടിയായതോടെ റിപ്പോർട്ടുകൾ പ്രകാരം 1200 കോടിയാണ് സെയ്ഫിന്റെ മാത്രം സ്വത്ത്. ഭാര്യയായ നടി കരീന കപൂറിന്റെ സ്വത്ത് 485 കോടിയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. സിനിമയിലെ അതിസമ്പന്നനായ നായകനെ പോലെ തന്നെയാണ് സെയ്ഫ് തന്റെ യഥാർത്ഥ ജീവിതത്തിലും. ബാന്ദ്രയിലെ ബംഗ്ലാവ് ഉൾപ്പെടെ 10ഓളം ആഡംബര ബംഗ്ലാവുകൾ സെയ്ഫിനുണ്ട്. ഇങ്ങനെ ആരെയും വിസ്മയിപ്പിക്കുന്നതാണ് സെയ്ഫിന്റെ ആഡംബര ജീവിതം. നടി ഷർമിള ടാഗോറിന്റെയും ക്രിക്കറ്റ് താരവും ഹരിയാനയിലെ രാജകുടുംബാംഗവുമായ മൻസൂർ അലി ഖാന്റെയും മകനായ സെയ്ഫ് പട്ടൗഡി കുടുംബാംഗമാണ്. പട്ടൗഡിയിലെ നവാബ് എന്നറിയപ്പെടുന്ന സെയ്ഫ് അലി ഖാൻ 1993-ൽ പരമ്പര എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. 32 വർഷത്തെ കരിയറിൽ ഓംകാര, റെയ്സ് 2, തശാൻ, ദിൽ ചാത്ത ഹേ, കുർബാൻ തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമകളിൽ അദ്ദേഹം അവിസ്മരണീയ പ്രകടനങ്ങൾ നടത്തി. സ്വകാര്യ ജീവിതത്തിലും സെയ്ഫ് ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. സെയ്ഫിന് നിരവധി റിയൽ എസ്റ്റേറ്റ് ആസ്തികളുണ്ട്. ഈ സ്വത്തിൽ ബാന്ദ്രയിലെ ഒരു ബംഗ്ലാവും ഉൾപ്പെടുന്നു. ഇതിന് 6 കോടി വിലമതിക്കും. ഓസ്ട്രിയയിൽ നിന്നുള്ള ഒരു വാസ്തുശില്പി വിദഗ്ധമായി രൂപകൽപ്പന ചെയ്ത 2 വലിയ ബംഗ്ലാവുകൾ അദ്ദേഹത്തിനുണ്ട്. കാറുകളുടെ കാര്യത്തിൽ ഓഡി, BMW 7 സീരീസ്, മുസ്താങ്, റേഞ്ച് റോവർ, ലാൻഡ് ക്രൂയിസർ എന്നിവയും അതിലേറെയും ഉൾപ്പെടുന്ന ആഡംബര വാഹനങ്ങളുടെ അസാധാരണവും വിസ്മയിക്കുന്നതുമായ ശേഖരം സെയ്ഫ് അലി ഖാന്റെ പക്കലുണ്ട്. പ്രതിവർഷം 30 കോടി രൂപയും പ്രതിമാസം 3 കോടി രൂപയും സമ്പാദിക്കുന്ന സെയ്ഫ് അലി ഖാന്റെ ആസ്തി 1180 കോടി രൂപയാണ്. കൂടാതെ ഓരോ സിനിമയ്ക്കും 10 മുതൽ 15 കോടി രൂപ പ്രതിഫലമായി അദ്ദേഹം വാങ്ങുന്നു. ബ്രാൻഡ് പ്രൊമോഷനുകളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ വരുമാനം 1 മുതൽ 5 കോടി രൂപ വരെയാണ്. അദ്ദേഹത്തിന്റെ വിവാഹ ജീവിതം എന്നും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ആദ്യത്തെ വിവാഹവും പ്രായവ്യത്യാസ കൂടുതലുള്ള കരീനയെ വിവാഹം ചെയ്തതുമെല്ലാം സിനിമ പോലെ തന്നെ സെയ്ഫിന് വാർത്തകളിൽ ഇടം നേടിക്കൊടുത്തു. 2 തവണ വിവാഹിതനായ സെയ്ഫ് 4 മക്കളുടെ പിതാവാണ്. അമൃത സിംഗുമായിട്ടായിരുന്നു ആദ്യ വിവാഹം. 20-ാമത്തെ വയസ്സിലാണ് സെയ്ഫ് അമൃതയെ വിവാഹം കഴിക്കുന്നത്. സെയ്ഫിനേക്കാൾ 12 വയസ്സിന് മൂത്തയാളായിരുന്നു അമൃത. അതിനാൽ തന്നെ സെയ്ഫ് അലി ഖാന്റെ മാതാപിതാക്കളായ ഷർമിള ടാഗോറും മൻസൂർ അലി ഖാൻ പട്ടൗഡിയും തങ്ങളുടെ വിയോജിപ്പ് ശക്തമായി പ്രകടിപ്പിച്ചു. എന്നാൽ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും തകർത്തെറിഞ്ഞ് 1991 ഒക്ടോബറിൽ സെയ്ഫ് അമൃതയെ രഹസ്യമായി വിവാഹം ചെയ്തു. അതിനുശേഷം ഏകദേശം 10 വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചു. പിന്നീട് സെയ്ഫ് അലി ഖാനും അമൃതയും തമ്മിൽ കടുത്ത വിയോജിപ്പുകൾ ഉണ്ടായെന്നും അത് ബന്ധം അവസാനിപ്പിക്കാൻ ഇടയാക്കിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഏറെ വിവാദങ്ങൾക്ക് ശേഷം 2004-ലാണ് സെയ്ഫ് അലി ഖാൻ അമൃത സിംഗ് വിവാഹമോചനം നടക്കുന്നത്. വിവാഹമോചനത്തിന് ശേഷം സെയ്ഫ് അലി ഖാനും ജീവനാംശമായി ഭീമമായ തുക നൽകേണ്ടി വന്നു. ഏറെക്കാലം അവിവാഹിതനായി തുടർന്ന സെയ്ഫ് 2008-ൽ തശാന്റെ സെറ്റിൽ വച്ചാണ് കരീനയുമായി പ്രണയത്തിലാകുന്നത്. 2012-ൽ വിവാഹിതരായ കരീന കപൂറും സെയ്ഫ് അലി ഖാനും മുംബൈ ബാന്ദ്ര വെസ്റ്റിലെ സദ്ഗുരു ശരൺ കെട്ടിടത്തിലാണ് താമസം. മക്കളായ തൈമൂർ, ജഹ് എന്നിവരും കൂടെയുണ്ട്. 2021 ജനുവരിയിലാണ് കരീന കപൂർ ഖാനും ഭർത്താവ് സെയ്ഫ് അലി ഖാനും മുംബൈയിലെ ബാന്ദ്രയിലെ രാജകീയമായ വസതിയിലേക്ക് താമസം മാറിയത്.